അപ്പോഴിതേ നമ്മുടെ സേവനവാരം ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. ഇന്നും ഉണ്ടായിരുന്നു സേവനവാരം കേട്ടോ. ഇന്ന് ഞാനല്ല സേവനവാരത്തിന് ഇറങ്ങി, എനിക്ക് വയ്യാത്തതുകൊണ്ട് എൻ്റെ PA വന്നു കേട്ടോ. ഇന്നും വന്നു. അപ്പോഴും മെനഞ്ഞാന്ന് വന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടെല്ലാം ചെത്തി വാങ്ങിയിരുന്നു, നല്ല സൂപ്പറാക്കി തന്നു. ബാക്കി ഇന്ന് നമ്മൾ അറിഞ്ഞ പോലും ഇല്ല കേട്ടോ. വന്ന് പകുതി ഒക്കെ ആയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ആൾ വന്നിട്ടുണ്ടെന്ന്, ചെത്താൻ തുടങ്ങിയപ്പോഴേ. ഇപ്പം കണ്ടിട്ടൊന്നുമല്ല, നിൽക്കണമെന്നൊന്നും ചോദിച്ചിട്ടൊന്നും വന്ന് അങ്ങനെയൊന്നും ജോലി ചെയ്യത്തില്ല കേട്ടോ. ആൾ വന്ന് തൂക്കുക, ഇങ്ങനെ ചെത്തുക, നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോഴേ പകുതി മുക്കാലും ഒക്കെ ആയി കേട്ടോ. നമ്മുടെ ഈ പഴയ വീട് കേട്ടോ. ഇത് നമ്മുടെ പഴയ വീടാണ് കേട്ടോ. നല്ല രസമാണ് നമ്മുടെ പഴയ വീട്. ഈ പണ്ടത്തെ തൂണൊക്കെ ഉണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ എന്തുമാത്രം ഞാൻ കെട്ടിപ്പിടിച്ച് നിന്നിട്ടുണ്ടെന്ന് അറിയാമോ. നമ്മുടെ വാർത്ത പെരയെക്കാട്ടിലും നല്ലത് ഇപ്പോഴും നമുക്ക് ഓടിട്ട പെരയാണ് കേട്ടോ. ഇതും ഫുള്ള് തട്ടുണ്ട്, മച്ചെന്ന് പറയും, തട്ട് മച്ചെന്നൊക്കെ പറയും. നല്ല സുഖമായിട്ടെന്ന് പറയാൻ കേട്ടോ. ഈ നമ്മുടെ കോൺക്രീറ്റ് വീടിനെക്കാട്ടിലും സൂപ്പർ എപ്പോഴും നമ്മൾ ഓട് പെരയ്ക്കകത്ത് കിടക്കുന്നത് സൂപ്പർ. മക്കൾ ഈ ചൂട് സമയത്ത് പറയുവേ, നമുക്ക് അവിടെ പോയി കിടക്കാം, അതാ സുഖം. എന്തൊരു ചൂട്. രാത്രി ആകുമ്പോഴത്തേന് ഭയങ്കര ചൂടങ്ങ് താഴോട്ട് വരത്തില്ലേ. അപ്പോഴങ്ങനെയൊക്കെ നമ്മുടെ സിറ്റ് ഔട്ട് തിണ്ണയെന്ന് പറയും. ഇതിന് 4 തൂണൊക്കെ ഉണ്ട്, സിമെൻറ്റിൽ ചെയ്തത്. എത്ര വർഷമായതായിരിക്കും അല്ലേ, 10-65 വർഷം ആയ വീട്. അതിൽ കൂടുതലായിരിക്കും കേട്ടോ ഈ വീട് പണിഞ്ഞിട്ട്. ഈ വീട് പഴയ വീടാണ് കേട്ടോ. ഇവിടെയാണ് സുപ്പുവിനെ കൊണ്ടുവന്നത്. ഈ വീട്ടിലാണ് 25-26 വർഷം മുമ്പ് ഞാൻ വന്നു കയറിയ വീടാണ് കേട്ടോ. ഇപ്പം പിന്നെ ഇതിനകത്തുനിന്ന് നമ്മൾ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ എല്ലാം കട്ടിൽ എല്ലാം കിടപ്പുണ്ട്, TV വരെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, ഈ വീട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. എടുത്തിട്ടില്ല നമ്മൾ പുതിയ വീട് വെച്ചപ്പോൾ എല്ലാം ഫുള്ള് പുതിയ സാധനങ്ങൾ അതിനകത്ത് കയറ്റി ചെയ്ത് കേട്ടോ. ഇതിനകത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പോഴും കുറേ നാളും വരെ അമ്മ ഇവിടെ പകലെല്ലാം ഇവിടെ നിൽക്കുമായിരുന്നല്ലോ, അമ്മ ഇവിടെ ഇരിക്കുമായിരുന്നു. ഇവിടെ വെച്ച് അമ്മയ്ക്ക് വയ്യാതായത് കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങോട്ട് വിടത്തില്ല. പകൽ വന്നിരിക്കും, രാത്രി അവിടെ വന്ന് കിടക്കും. എപ്പോഴും പകൽ സമയത്ത് ഇവിടെ വന്നിട്ട് TV ഒക്കെ കണ്ട് ഇങ്ങനെ അങ്ങോട്ട് മയങ്ങിയിരിക്കായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വിട്ടിട്ടില്ല ഒറ്റയ്ക്ക്. ഇപ്പം പിന്നെ നമ്മുടെ സൈറ്റിലേക്കുള്ള സാധനങ്ങളും ഒക്കെ ഇവിടെ പറക്കൊണ്ട് വെച്ചേക്കും കേട്ടോ. നമ്മുടെ ഫീൽഡെന്ന് വെച്ചാൽ ഇതല്ലേ, കൺസ്ട്രക്ഷൻ വർക്കല്ലേ. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ ഫുള്ളൊക്കെ ഇങ്ങനെ തടികൾ എല്ലാം അകത്തും ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ കൊണ്ടുവച്ചേക്കും. അതായിരുന്നു പൂജാ റൂം കേട്ടോ, പഴയ വീടിൻ്റെ പൂജാ റൂം. അവിടെയും സാധനങ്ങളെല്ലാം അടുക്കിയൊക്കെയാണ്. ഈ കട്ടള ജനൽ എല്ലാം മെനഞ്ഞാന്ന് പെയിൻ്റ് അടിക്കാറുണ്ടായിരുന്നു, അവർ പെയിൻ്റ് അടിച്ചിട്ടൊക്കെ. അപ്പോൾ പെയിൻ്റ് ഇത് സംഭവം ഇത് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. എനിക്ക് ഭയങ്കര സ്മെല്ലെടുക്കുമ്പോൾ ഭയങ്കര തലവേദനയൊക്കെ ഇതിൻ്റെ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിരുന്ന് അവരുടെ കൂടെ കഥയൊക്കെ പറയും. പക്ഷേ ഇത് പിടിക്കുന്നില്ല കേട്ടോ. ഈ പെയിൻറ്റിൻ്റെ സ്മെൽ ഇപ്പം തന്നെ ഭയങ്കര വാട, എനിക്ക് പിടിക്കുന്നില്ല. നമുക്ക് തല ഇളകും. അപ്പോൾ ഇതാണ് കേട്ടോ സുപ്പ് വന്ന് കയറിയ വീട്. ഇത് തെക്ക് വശം കേട്ടോ, തെക്കേപ്പുറമാണ്. ഫ്രണ്ടെന്ന് വെച്ചാൽ കിഴക്കോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. എന്നാലും പോയി വരുന്നത് നമ്മുടെ ഇങ്ങോട്ടായിരുന്നു, തെക്കോട്ടായിരുന്നു. അപ്പോൾ തെക്കോട്ട് ഇറങ്ങുന്നത് ദോഷമാണെന്നൊക്കെ പറയാമായിരുന്നല്ലേ. അങ്ങനെയൊന്നുമില്ല, ദോഷമൊന്നുമില്ല. നമുക്ക് വരാനുള്ളത് എപ്പോഴാണെങ്കിലും വരും കേട്ടോ. അതിപ്പം തെക്കോട്ട് ഇറങ്ങിയാലും വടക്കോട്ട് ഇറങ്ങിയാലും പടിഞ്ഞാറോട്ട് ഇറങ്ങിയാലും അല്ലേ. നല്ല സുഖമായിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ ഇരിക്കാൻ, നല്ല സുഖമായിരുന്നു. ഇപ്പം പൂച്ചകളും ഒക്കെയാണ് കേട്ടോ ഇതിനകത്ത് വാസം. ഞാൻ വരും കേട്ടോ. നമ്മൾ അടുക്കളയിൽ വന്ന് ചോറ് വയ്ക്കും. ഞാൻ ഇങ്ങോട്ട് പിന്നെ ഇറങ്ങത്തില്ല, ഇവിടെ ഫുള്ളിങ്ങനെ അടച്ചിട്ടേക്കുന്നു. ഇങ്ങോട്ട് ഞാൻ വന്ന് ഇറങ്ങത്തില്ല കേട്ടോ. അവിടെ ആണല്ലോ നമ്മൾ ചോറ് വയ്ക്കുന്നത്, ഇതിനകത്ത് തന്നെ ഞാൻ ചോറ് വയ്ക്കും. ഇതാണ് പൂജാ റൂം കേട്ടോ. ഇതിനകത്തെല്ലാം സാധനങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ ഇതുവരെ നമ്മൾ വിളക്കൊക്കെ കത്തിക്കായിരുന്നു, രണ്ടിടത്തും കൂടെ പാടാം. നമുക്ക് അവിടെ ഇവിടെയൊക്കെ വിളക്ക് കത്തിയിലൊക്കെ പാടാം. ഇപ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്കാണ് നിലവിളക്കും ഒക്കെ എടുത്തുകൊണ്ട് പോയത് കേട്ടോ. ഇപ്പം പിന്നെ അമ്മയ്ക്കും വയ്യാലോ, ഞാൻ ഒറ്റയ്ക്ക്. പിന്നെ മോളും വരുന്ന ഒത്തിരി സമയമാകത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ വിളക്ക് കത്തിക്കാൻ പാടല്ലേ, താമസമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ പോകും. നല്ല ഐശ്വര്യമുള്ള വീടാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പോഴും പറയും കേട്ടോ, നമ്മൾ ആ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനെ
നമുക്ക് ഒരു പഞ്ഞമില്ലായിരുന്നു, ഏത് സമയത്തും കെട്ടോടെ ഇരിക്കുമായിരുന്നു ഇതിനകത്ത്. ഇത് നമ്മുടെ റൂമാട്ടോ, ഞാൻ വെളിയിൽ നിന്നാണ് കാണിക്കുന്നത്. എന്നാലും ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഇങ്ങനെ അറ്റത്ത കട്ടിലൊക്കെ അതേപോലെ തന്നെ കിടപ്പുണ്ട്, നമ്മുടെ കട്ടിലും എല്ലാം അതേപോലെ തന്നെ കിടപ്പുണ്ട്. അലമാര ഭിത്തിയിൽ അലമാരയുണ്ട്, അതൊക്കെ പിന്നെ അങ്ങനെ ഇരിക്കുന്നു. അതിനകത്ത് എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്, ഇതിനകത്തെല്ലാം നമ്മുടെ സാധനങ്ങൾ കിടക്കുകയാണ്. കട്ടില് മെത്ത എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു, എല്ലാം ഇരിപ്പുണ്ട്, എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ റൂം. ഇതായിരുന്നു, ഈ റൂമായിരുന്നു നമ്മളിത്. ഹാള് 2 ബെഡ്റൂം, പിന്നെ ബാക്കിൽ ഒരു റൂമുണ്ട്, അടുക്കള, ഇതൊക്കെയായിരുന്നു കേട്ടോ ഇതിനകത്ത്. അപ്പുറത്തൂടെ പോകണമെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. ഇപ്പം പിന്നെ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വന്നത് കൊണ്ടാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പഴയ വീടിന്, ഞാനും മക്കളോട് പറയും നമുക്ക് നമ്മുടെ ഈ പഴയ വീട് പോകുന്നതിന് മുന്നേ ഇങ്ങനെ നല്ല ഇതായിട്ട് വീഡിയോ എടുത്ത് വയ്ക്കണം, നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടി. ഇത്രയും വ്യത്യാസമേ ഉള്ളൂ കേട്ടോ നമ്മുടെ പഴയ വീടും പുതിയ വീടായിട്ട് കേട്ടോ. അത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ പഴയ വീട്, ഇത് നമ്മുടെ പുതിയ വീട് കേട്ടോ. ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. അതുവഴിയാണ് ഞാൻ അടുക്കള ഇറങ്ങുന്നത്. അത് നമ്മുടെ അടുക്കളയുടെ വശം കേട്ടോ. ഇത്ര അകലേ ഉള്ളൂ നമ്മുടെ പഴയ വീടും പുതിയ വീടായിട്ട് കേട്ടോ. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോഴും മോട്ടറൊക്കെ ഇവിടെ തന്നെ കേട്ടോ. നമ്മുടെ മോട്ടറിൻ്റെയൊക്കെ ഇതെല്ലാം ഇവിടെ തന്നെയാണ് ഇപ്പോഴും. എല്ലാം ഇതിനകത്ത് കിടക്കുന്നേ ഉള്ളൂ. ഡൈനിങ് ടേബിളും എല്ലാം ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളൊന്നും പറകിയിട്ടില്ല. അവിടെ വാങ്ങിച്ചതെല്ലാം നമ്മൾ പുതിയതാണ് കേട്ടോ. എല്ലാം വാങ്ങിച്ചത് പുതിയതാണ്. അപ്പോഴും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കാം ഞാൻ നിങ്ങളെ കേട്ടോ. ഉച്ച സമയമായത് കണ്ടോ കേട്ടോ, വെയിലുണ്ട്. നല്ല സുന്ദര കുട്ടപ്പനാക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 2 സൈഡിൽ ഞാൻ നിറച്ചും ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ വാഴച്ചെടി ഉണ്ടോ നിങ്ങൾ? വെയിലായതുകൊണ്ട് എത്ര മാത്രമേ ഇത് കിട്ടുമെന്ന് എനിക്കറിയാം. നമ്മുടെ പണ്ടത്തെ വാഴച്ചെടി, വെയിൽ ഭയങ്കര വെയിൽ, വാഴച്ചെടി. പിന്നെ ഒത്തിരി നമുക്ക് ഇതേപോലുള്ള തെറ്റിപ്പൂവ് നല്ല ഭംഗി. 2 വശത്തും ചെടി നട്ടിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് ഇവിടെ എല്ലാം ചെടി നടുമ്പോൾ എന്നെ വഴക്ക് പറയാറ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. പിന്നെ എല്ലാവർക്കും ചെടിയൊക്കെ ഇഷ്ടമായി. അതങ്ങനെയാണല്ലോ. ചേച്ചിമാരെ നേരത്തെ കല്യാണം കഴിച്ചത് കൊണ്ട് മോന് ഇളയതല്ലേ, അന്നേരം പിന്നെ അമ്മ അങ്ങനെ ചെടി നടിയിലൊന്നും ഇല്ലല്ലോ. ചേച്ചിമാരെ അങ്ങ് നേരത്തെ കല്യാണം കഴിച്ചത് കൊണ്ട് അപ്പോൾ പിന്നെ അടുത്തത് പിന്നെ ഞാനായി വന്നപ്പോൾ ഇഷ്ടംമാതിരി ചെടി ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ. ഇഷ്ടംമാതിരി ചെടി ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ നമ്മുടെ ഇവിടെയും മന്ദാരപ്പൂവൊക്കെ ഓണമാകുമ്പോഴേ ഇനി നമ്മൾ ഇത് തപ്പുന്നേ. വാടാമുല്ല ഒട്ടുമില്ല കേട്ടോ. ഈ മന്ദാരപ്പൂ എന്നല്ലേ ഇനി പറയുന്നത്, മന്ദാരം. അതൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. ഓണമാകുമ്പോഴേ മോള് പൂ തപ്പി ഇറങ്ങും കേട്ടോ. അത്തപ്പൂ ഇടാനേ പൂ തപ്പി ഇറങ്ങും. ഉണ്ടെന്നാലും നമുക്ക് ഞാൻ ഒത്തിരി സ്നേക്ക് പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം. വലുതായി, എൻ്റെ പൊക്കമായി കേട്ടോ. ഞാൻ പറഞ്ഞില്ല എൻ്റെ പൊക്കമായിരുന്നു. എൻ്റെ പൊക്കം തന്നെ ഉണ്ട്. ഇത് എൻ്റെ പൊക്കമുണ്ട് കേട്ടോ. എനിക്ക് അത്ര നീളമില്ലല്ലോ. എൻ്റെ പൊക്കമായി നമ്മുടെ സ്നേക്ക് പ്ലാന്റെല്ലാം. പിന്നെ ഈ സ്നേക്ക് പ്ലാന്റ് 2 സൈസ് ഉണ്ടല്ലോ. ഇത് നമ്മുടെ പച്ച മാത്രമുള്ളത്, സൈഡിൽ മഞ്ഞയുള്ളത് കൊണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചട്ടിക്കകത്തായിട്ട് ഭയങ്കര രസം. പിന്നെ ഇത് നമ്മുടെ വെള്ളച്ചട്ടിക്കകത്ത് ആണ്. വെള്ളച്ചട്ടിക്കകത്താണ് ഈ പച്ച സ്നേക്ക് പ്ലാന്റ് സൂപ്പർ. ഇതിൻ്റെ മണ്ടക്കിടയ്ക്ക് ചുമ്മാ ആൾക്കാർ പറയുന്ന വെറുതെയാണ്. സ്നേക്ക് പ്ലാന്റ് നട്ടാൽ ചേരയും പാമ്പും ഒന്നും വീട്ടിൽ വരത്തില്ലെന്ന്. നമ്മുടെ പുതിയ പേരയുടെ അവിടെ ഇഷ്ടംമാതിരി ഞാൻ സ്നേക്ക് പ്ലാന്റ് ഫ്രണ്ടിലൊക്കെ ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ടേ. പാല് വാങ്ങിയാൽ പോകുന്നമ്മേ. അപ്പോഴും അതിൻ്റെ മേളിക്കട ചേരയും പാമ്പും, അതിൻ്റെ മേളിക്കട കേട്ടോ ചേരയും പാമ്പും വരുന്നത്. ചുമ്മാ ഇതൊക്കെ. പിന്നെ അകത്ത് വെച്ചാൽ ഓക്സിജൻ കിട്ടുമെന്നാണ്. പക്ഷെ അകത്ത് ഇവിടെ വയ്ക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അന്ന് ഞാൻ ഇവിടെയൊക്കെ പിന്നെ നേരത്തെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഒത്തിരി വന്നിട്ടുണ്ട്, ഒത്തിരി ഇതായി. സ്നേക്ക് പ്ലാന്റ് വേണ്ടവരൊക്കെ ഓടി പോയി കേട്ടോ. ഇഷ്ടംമാതിരി സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. അല്ലാതെ എല്ലാം ഉണ്ട്. എൻ്റെ ഓസ് എല്ലാം പോയി.
ഓസെല്ലാം ഇങ്ങനെ മുറിഞ്ഞ് പോയി. ഇന്ന് ഞാൻ പാടുപെട്ട ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് നിറച്ച് ഒത്തിരി ചെടിയുണ്ടല്ലോ, അപ്പോൾ അത് ഒഴിക്കാൻ ഭയങ്കര പാട്. എടുത്തോണ്ട് പോകാൻ എനിക്കൊട്ട് വയ്യാകാന. ഇനി ഓസ് വാങ്ങിക്കണം. ഓസ് വാങ്ങിച്ചേ എൻ്റെ പണി നടക്കത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് ഫുള്ള് ഉണങ്ങിപ്പോവും. അപ്പോഴെന്തായാലും നമ്മുടെ പഴയ വീടിൻ്റെ വഴിയൊക്കെ സൂപ്പറാക്കി തന്ന ആൾ അല്ല അവിടെ ഇരുന്ന് മുറുക്കാൻ തിന്നുന്നു. എന്നോട് ചോദിച്ചാൽ എന്തുവാ ഫോട്ടോ പിടിക്കുമോ? ഞാൻ പറഞ്ഞ എൻ്റെ പിടിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലെന്ന്. അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനിയുണ്ട് അപ്പുറത്ത് ഫ്രണ്ട് ഇനിയും ചെത്താനുണ്ട്, അവിടെ ചെത്താൻ പോകാൻ തോന്നും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീട് പാല് കാച്ചിന് മുന്നേ ഞാനാണെങ്കിൽ എത്ര രൂപ കൊടുത്ത് ഒരു 10-12 ഇതേ നമ്മുടെ ഇതുണ്ടല്ലോ റെഡ് ബാമ്പു എന്ന് പറഞ്ഞൊരു സിസ് കവുങ്ങിൻ്റെ മാതിരിയുള്ളത്. പക്ഷെ എൻ്റെ എല്ലാം പോയി. 450 രൂപ ഒരു തൈക്ക് 450 രൂപ വെച്ച് ഞാൻ വാങ്ങിച്ച് നട്ടതാണ്. ഫുള്ള് പോയി. എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട്. നിങ്ങൾ പറ, അടി തരണ്ടേ എനിക്ക്? ഇത്രയും രൂപ കൊടുത്ത് ഈ ചെടി നട്ടപ്പം ഞാൻ നോക്കാതിരുന്നേ അല്ല, ഇത് തന്നെ പോയതാണ്. ഞാൻ നോക്കാതിരുന്നിട്ടാ ഞാൻ ഓരോ ബക്കറ്റ് വെള്ളം വീതം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാമായിരുന്നു ഇതിൻ്റെ മൂട്ടിൽ. പക്ഷെ പോയി കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, എനിക്കറിയത്തില്ല എന്താണ് കാരണമെന്ന്. കാരണം ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു. ഞാൻ നോക്കാത്തത് കൊണ്ടാണോ, വെള്ളം ചെല്ലാത്തത് കൊണ്ടാണോ, വെള്ളം കൂടുതലാവണ്ടല്ലേ? ഓല ഞാലിക്കുരുവി. നല്ല രസം ഇതിൻ്റെ ഇല കാണാൻ. ചിലടത്ത് നല്ല റെഡ് കളറിൽ നിൽക്കത്തില്ല ഇതിൻ്റെ തടി. പക്ഷെ നമ്മുടെ ഇവിടെ ആവുന്നില്ല കേട്ടോ, റെഡ് ആയില്ല. ഫ്രണ്ടിൽ നിൽക്കുന്നത് ഇച്ചിരി റെഡൊക്കെ ആയി കേട്ടോ. ഇവിടെല്ലാം നല്ല തണുപ്പാണ്. ഞാൻ റംബൂട്ടാനും ഒക്കെ കൊണ്ട് നട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നല്ല തണലാട്ടോ. ഉച്ചയാകുമ്പോഴത്തേന് നല്ല തണല, സൂപ്പറാണ് നടക്കാൻ. വെളിയിൽ ഇറങ്ങുന്നില്ലല്ലോ ആരും, വെളിയിലൊന്നും ഇറങ്ങുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനും ഈ വീഡിയോ എടുക്കാനും ഒക്കെ അല്ലേ വെളിയിലോട്ട് ഇറങ്ങുന്നുള്ളൂ. അല്ലാതെ നമ്മളങ്ങനെ വെളിയിലോട്ടങ്ങ് ഇറങ്ങാറില്ല. കൊതുകുണ്ട് ഒരു തരത്തിൽ, ഒരു രക്ഷയില്ല എൻ്റെ സാറേ, ഒരു രക്ഷയില്ല കൊതുകിൻ്റെ ശല്യം കൊണ്ട്. അതുകൊണ്ടാണ് മനുഷ്യരെല്ലാം ഇങ്ങനെ അകത്ത് കയറിയിരിക്കുന്നത്. ഈ കൊതു നമ്മളെ കൊല്ലുക. പെരയ്ക്കകത്ത് തന്നെ ആയിട്ട് പെര പോലും തുറക്കത് പേടിച്ച് പെര പോലും തുറക്കുന്നില്ല. എന്നാലും കൊതു കുത്തി എല്ലാം ചോരയെല്ലാം ഊറ്റി വാരിക്കൊണ്ട് പോവുക. കുറച്ചൊക്കെ നമ്മൾ എവിടെന്നേലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നതാടേ. അതൊക്കെ ഇവന്മാർക്ക് നമ്മൾ കൊടുക്കണം. ഇങ്ങനെ വെളിയിൽ ഇറങ്ങി നമുക്ക് അകത്തിരിക്കാം. പിന്നെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് സൂര്യപ്രകാശം ഒന്നും കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് വീക്കാവും. എന്താണെന്ന് വെച്ചാൽ സുപ്പ് അനുഭവിക്കുന്നതാണ്. വൈറ്റമിൻ ഡി ഒട്ടുമേ ഇല്ല കേട്ടോ. വൈറ്റമിൻ ഡി ഇല്ലാതെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ കുറച്ചെങ്കിലും രാവിലത്തെയാണ് സൂര്യപ്രകാശത്തെ ഇത് കൊള്ളേണ്ടത്. രാവിലെ സമയത്ത് ഇച്ചിരിയെങ്കിലും സൂര്യപ്രകാശം കൊള്ളണം കേട്ടോ. ഞാനും വിചാരിക്കും അങ്ങനെ സൂര്യപ്രകാശമൊക്കെ കൊള്ളണമെന്ന്. മടി അതാണ് കാരണം. സൂര്യപ്രകാശം കൊള്ളണം കേട്ടോ എല്ലാവരും. വൈറ്റമിൻ ഡി ഇല്ലാതെ വന്നാൽ ഭയങ്കര അസുഖങ്ങളാണ് കേട്ടോ. ഓക്കെ, അവിടെ നിന്നാണ് ഞാൻ കാണിക്കാം. പുള്ളിയിൽ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടത്തെയൊക്കെ നല്ല സെറ്റാക്കി തന്നു കണ്ടോ, എന്താ ഭംഗി നമ്മുടെ വഴിയിൽ. ലലലലല തുള്ളി ചാടാൻ തോന്നി. സിനിമ ഷൂട്ട്. ഞാൻ ഇവിടെയൊക്കെ നേരത്തെ 2 സൈഡിൽ നമ്മുടെ മിന്നാമിനി ചെടി ഉണ്ടല്ലോ, അതിവിടെ പൂവിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് നല്ല രസമായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. സിനിമ ഷൂട്ടിങ്ങിനൊക്കെ നല്ലതാണെന്ന്. നമ്മുടെ ഷൂട്ടല്ലേ ഇവിടെ നടക്കുന്നത്. സുപ്പുവിൻ്റെ ഷൂട്ടാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഇവിടെ സുപ്പുവിൻ്റെ ഷൂട്ടാണ്. ഷൂട്ട് ചെയ്തത് മതി, തല കറങ്ങുന്നു കേട്ടോ. നമുക്കങ്ങ് പോയി കളയല്ലേ, മതി. അവിടെ ഒരു ചക്ക വീണ ശബ്ദം നേരത്തെ കേട്ടതാ, അതിനി എടുക്കണം. നമുക്ക് പോയി കളയാം. ഓക്കെ, പാ, നിങ്ങൾ വരുന്ന എൻ്റെ കൂടെ ബാ. താമര പൂവിൽ വാഴും ദേവിയല്ലോ നീ, ഓനിലാക്ക് പൂക്കും പുണ്യമല്ലോ നീ, എൻ്റെ തിരുനടയിൽ ജപ തുളസി മല പോലെ. ബാക്കി മറന്നുപോയി. നന്നായിട്ട് പാടുന്ന ഒരു കൊച്ചായിരുന്നു ഈ പാട്ട്, മറന്നുപോയി. റിലേ പോയിരിക്കുന്നത് കൊണ്ടെല്ലാം മറന്നു പോകാട്ടോ. അപ്പോൾ അപ്പോഴും നമുക്ക് അകത്തോട്ടങ്ങ് പോകാം കേട്ടോ.